ഫ്രഷ് ഡോർ ഇടുക. ഷുഗറിനെ കണ്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഷോക്ക്. അവനെക്കാട്ട് സുന്ദരനാണല്ലോ ഇത് ഷുഗർ എന്നെ കണ്ട് വായ കുളം നോക്കായിരുന്നു. ഇതൊക്കെ എൻ്റെ മോക്ക് നല്ല വരന്നും കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. എനിക്കും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അമ്മ പറയാൻ മനസ്സിലാക്കുക. അവനെ വരെ ജയിക്കുന്ന പറഞ്ഞാൽ ഇവനെ വരെ ജയിച്ച പ്രശ്നവുമല്ല. അമ്മ മനസ്സിലായിരിക്കായിരുന്നു. അമ്മ പറയാൻ തുടങ്ങി. എടിമ ഇങ്ങനെ ഹീറോയിൻ ദൂരെടുത്തോട്ട് പോയി. അല്ലടി ബേബി ഉണ്ടല്ലോടി. അത് എൻ്റെ ബേബിയാണ്. ഇങ്ങനെ ഹീറോയിനോട് കേൾക്കാനേ. നീ ചുമ്മാ വെറുതെ പറയണ്ട. ഫസ്റ്റ് ബേബി അതിലൊരു വലിയൊരു ബേബി ഉണ്ടായിരുന്നു. അത് കേട്ട് കണ്ട ഹീറോയി നടന്ന കാര്യം അമ്മയോട് പറയായിരുന്നു. അമ്മക്ക് ഷോക്കായിരുന്നു. എടി അത് അമ്മ ബേബി അങ്ങനെ ഹീറോയി കേട്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു ആ കുട്ടിക്ക് മമ്മിയില്ല. അത് ഇങ്ങനെയായിട്ട് പറയായിരുന്നു. എന്താ നടന്ന കാര്യം പറയുന്നു. മമ്മി അത് യുങ്കിൻ്റെ ബേബിയാണ് എന്ന് പറഞ്ഞു. അറേഞ്ച് മാരേജാണ് നിങ്ങൾക്ക്. അത് മാരേജ് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് അമ്മയത് പറഞ്ഞു മനസ്സിലാവില്ല. അങ്ങനെയായിട്ട് ഹീറോയിൻ നടന്ന കാര്യം പറഞ്ഞു. അത് ബേബി അമ്മ അത് നിനക്ക് പറഞ്ഞു. ബേബി അങ്ങനെ സുഖ തടിച്ചത് ബേബി ജനിച്ചതാ. അത് മാത്രമല്ല ഒരു ഇഞ്ചക്ഷൻ കുത്തിയിട്ട് അത് നടന്ന് കുറച്ച് പാടായിരുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്കറിയില്ല ഫ്രണ്ട്സ്. അതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയായിട്ട് അമ്മയോട് പറഞ്ഞു. അമ്മക്ക് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് മമ്മി അതുപോലെ ഇതുവരെ ഒരു പേരെ ടച്ച് ചെയ്യില്ല. ഫസ്റ്റ് ടൈം എന്നെ ടച്ച് ചെയ്തത് അങ്ങനെ ഹീറോയി പറയായിരുന്നു. അങ്ങനെയാണോ? അതെ മമ്മി. ഇത് എനിക്ക് അവൻ്റെ മമ്മി പറയുന്നത്. അത് മുതലുള്ള ഷുഗർ എനിക്ക് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞു. എനിക്ക് അതേക്കുറിച്ച് ഡൗട്ട് ഒന്നുമില്ല അമ്മ. അങ്ങനെ ഹീറോയി പറഞ്ഞു. ഓരോ വാരീസ് വേണം. അത് ഷുഗർക്ക് പിടിച്ച മാതിരി ഒരു വൈഫ് കിട്ടില്ല അമ്മ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഷുഗർക്ക്. അങ്ങനെ ഹീറോയി പറയായിരുന്നു. ശരി അമ്മ, നല്ല ചെക്കനാ എന്ന് പറയുന്നു. അമ്മ ഈ ബേബി എൻ്റേതാ പറയണ മമ്മി. ഇല്ലമ്മ, അവൻ നമ്മളെ പേരക്കൊച്ചു മതി. ഞാൻ പറയില്ല എന്നാൽ അമ്മ പറഞ്ഞു. ശരി ഓക്കെ. ഹീറോയിൻ ഇങ്ങനെ അകത്ത് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് മാരേജ് നടക്കായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ വന്ന് ഷുഗർ കൂടെ ഹീറോയിൻ കണ്ടിട്ട് ഷോക്കായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനക്ക് ഷോക്കായിരുന്നു. അമ്മക്ക് ഓൾറെഡി അറിയാം. ഹീറോയിൻ മാരേജ് പറഞ്ഞ ചെക്കന് അവിടെ ഉണ്ടായിരുന്നു. ആ ചെക്കന് ഹീറോയിനെ കണ്ട് ഷോക്കായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നത് അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്ത്. എന്താ ഇത്, നീ കല്യാണം അയച്ച പോലെ ആക്ടിങ് ചെയ്യുന്നതാണോ എന്ന് ഹീറോയിനെ കണ്ട് കേട്ടായിരുന്നു. അതെ, ബേബീസ് എല്ലാം ഷുഗറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സ്, ഹീറോയിൻ്റെ ഫ്രണ്ട് പ്രിയക്ക് മാരേജാണ്. അങ്ങനെ ആയിട്ട് കീർത്തി ബേബീനെ എടുത്തുകൊണ്ട് പോയെന്ന് ഒന്ന് ഹീറോയിൻ്റെ അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് മാത്രമല്ല ഹീറോയിൻ്റെ അനിയനൊരു ബേബി ഇടിച്ചു. അതിനായിട്ട് ഒരാളാണ് ബേബി എടുത്തുകൊണ്ട് ത്രിബിൾസാണ് ബേബീസ്. അങ്ങനെ കൊണ്ട് ഹീറോയിൻ പോലും ബേബിനെ കുടിച്ചു കയറുന്നു. അത് മുതൽ വലുത് ഹീറോയിൻ്റെ അടുത്ത് അടുത്ത് ഇരുത്തോണ്ടായി. അതുകൊണ്ട് പറയായിരുന്നു. അങ്ങനെ ബേബി വന്നിരുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് ബേബി കേട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ വാക്ക് പറഞ്ഞു. പിന്നെ ആ ചെക്കനുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ആ ചെക്കനെ കൊണ്ടോടെ സംസാരിക്കും. ചെക്കൻ പറയുമ്പോൾ കേട്ടിട്ട് ചെക്കന് വാക്ക് പറഞ്ഞു. നീ എന്താണ് എൻ്റെ അമ്മയോട് പറയുന്നത്? ആ ചെക്കന് അവനക്ക് ടെൻഷനായി. നീ ആരാ കുട്ടിയെന്ന് പൂന്തിടായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ വന്ന് പിടിച്ചു. എല്ലാ വയസ്സ് കേട്ടായിരുന്നു. ഹീറോയിനോട് എല്ലാം സംസാരിക്കായിരുന്നു. അങ്ങനെ ഹീറോയിനെ വായിക്കുണ്ടാക്കി ഹീറോയിൻ്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ സംസാരിക്കട്ടെ. നീ എന്നെ മാരേജ് കഴിക്കരുത്. നിനക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഞാൻ നിൻ്റെ സ്വത്തും പണത്തും എനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട് കാര്യം അതും നിനക്കറിഞ്ഞു. ഞാൻ ആ പ്ലേസ് കിട്ടും. നീ മറിയാതെ എന്നെ കല്യാണം കഴിച്ചില്ല. ഞാനത് നിന്നെ സന്തോഷിച്ച് നോക്കാതെ ആ പ്ലേസും കിട്ടിന ഞാൻ സംസാരിക്കുന്നത് മൊത്തം നീ കേട്ടിരുന്നു. എനിക്ക് ഓൾറെഡി വൈഫുണ്ട് കാര്യം നീ പറയാൻ പോയിരുന്നു. അതുകൊണ്ട് മാരേജ് കഴിക്കുമ്പോൾ നിന്നെ മെറിട്ടാന്ന് വെച്ചായിരുന്നു. നിനക്ക് ഞാൻ പറഞ്ഞതിൽ നീ കേട്ടിരുന്നു. കടുത്ത കൊണ്ടല്ലോ നീ ഓടിപ്പോയ മാരേജ്. അതെടാ, നിനക്ക് മാരേജ് കഴിഞ്ഞ് വൈഫുണ്ട്. ഇപ്പം നമുക്ക് മാരേജ് കഴിക്കും. അതിന് ഹീറോയിനെ വിട്ടാൽ നീ ചുമ്മാ വെറുതെ ഇല്ല ഇതെൻ്റെ ബേബീസാണ് പറഞ്ഞു. ഹീറോയിനെ പിടിച്ചായിരുന്നു. ഹീറോയിൻ ഷോക്കായിരുന്നു. ടെൻഷനായി വളരെ അടിച്ചു. അങ്ങനെ ഹീറോയിനെ പിടിച്ച് കൈ പിടിച്ച് തീർക്കായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ എന്താ അവിടെ നടക്കുന്നത്? ഹീറോയിൻ്റെ അച്ഛൻ അതുമാത്രം ഷുഗർ വന്ന് പലന്ന് റെഡി വെച്ച്. എന്താണ് നിനക്ക് എൻ്റെ വൈഫ് വേണം എന്നെ ഷുഗർ മുറട്ടായിരുന്നു. അതുമാത്രം ഷുഗർ വന്നു ഇവനെ പിടിച്ച് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. 2 ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ആ ചെക്കൻ അമ്മ പറഞ്ഞു സോറി സാർ വിട്ടുമായിരുന്നു. ഷുഗർക്ക് ടെൻഷനായിരുന്നു. ഇങ്ങനെയായിട്ട് ഷുഗർ പറയായിരുന്നു. അങ്ങനെ പിടിച്ച് പുറത്തിട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഒരു ഗേൾ വന്നായിരുന്നു. ഒരു ചബ്ബി പോലത്തെ ഒരു ഗേൾ. ആ പെണ്ണ് വന്ന് ഹീറോയിനോട് പറഞ്ഞു എനിക്ക് അവനെ കൂടെ മാരേജ് ചെയ്യണം. ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയിനെ കുറിച്ച് മെറിട്ടായിരുന്നു. ഒരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഹീറോയിനെ മെറിട്ടായിരുന്നു. നീ അവനെ കൂടെ എനിക്ക് മാരേജ് ചെയ്യണം. അന്ന് ഹീറോയിനെ കുറിച്ച് മെറിട്ടായിരുന്നു. ഇല്ല എൻ്റെ കുട്ടീനെ ഇത് ചെയ്യും.
ഇല്ല നിൻ്റെ ഹസ്ബൻഡ് ഞാൻ മാരേജ് കഴിക്കും എന്ന് ഹീറോയിനെ പിടിച്ച് മട്ടാണ്. അപ്പോൾ അവർ ടോർച്ചർ ആയിരിക്കും. ശരി ഓക്കെ ചെയ്ത എന്ന് പറഞ്ഞായിരുന്നു. അവൻ വിലക്ക് വന്നു. വെളിയിൽ വരുമ്പോൾ അവൻ വിലക്ക് ഇങ്ങനെ മിരട്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ന്യൂസ് വരായിരുന്നു. ശരി നമ്മൾ വെളിയിൽ പോകുന്ന മാതിരി ആക്ടിങ് ചെയ്യാൻ അവൻ വെളിയിൽ വന്ന് ഫോളോ ചെയ്തെന്ന് ഒരു മണ്ട പോലത്തെ അതെല്ലാം റെഡിയാക്കി. ആ പെണ്ണിനെ റെഡി ആയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നായിരുന്നു. അങ്ങനെ അവനെ പിടിച്ചു. അങ്ങനെയായിട്ട് അവനെ പിടിച്ച് മിരട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബോഡി വരണം ഈ ഡ്രസ്സ് ഇട്ടണവാന്ന് പറഞ്ഞ് എന്താ ഹീറോയി പറഞ്ഞായിരുന്നു. എന്നെ മിരട്ടിയായിരുന്നു. അങ്ങനെ അവൻ പേടിച്ചായിരുന്നു. മണ്ഡപത്തിരുന്നായിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ കുറച്ചാൾ പിടിച്ചായിരുന്നു. അങ്ങനെ അവന് മണ്ഡപത്തിൽ ഇരുത്തിയായിരുന്നു. അതിലൊരു ചബ്ബി പോലത്തെ ഒരു ഗേൾ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അതാണ് പ്ലാൻ. ഹീറോയി പോകുന്ന വരെയൊക്കെയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നു. പിന്നെ കുറച്ച് ബോഡി ഗാർഡിൽ പിടിച്ച് വെച്ച് അവനെ മിരട്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ കല്യാണം കഴിച്ചു. ഞാൻ പറയുന്നു ഇനി നീ ആരെ പുറകെ നിന്നെ കൊന്നു കളയുന്നു മിരട്ടായിരുന്നു. ആ പെണ്ണുങ്ങളുടെ അവനക്കൊരു പേടിയാണ്. റൗഡി റൗഡി എന്ന് പറഞ്ഞ ഒരു ഒരാളെ പോലീസ് അല്ല ഒരു വലിയ മന്ത്രിൻ്റെ മോളായിരുന്നു. ആ പെണ്ണുങ്ങളുടെ പേടിയായിരുന്നു. ഈ നാട് കറുത്തു നിന്നെ ഈ നാട്ടിൽ വരെ മാതിരി ചെയ്യുക എന്ന് പറഞ്ഞ് അവൾ മിരട്ടിയിരുന്നു ഒരു നാട്ടിൽ. അയ്യോ ഇല്ല സാറേ സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ചബ്ബിനുള്ള ചന്തം ഉണ്ടായിരുന്നു. അവനൊക്കെ ചബ്ബിക്കുള്ള ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ മിരട്ടി വെച്ച് ടോർച്ചർ ചെയ്യുക. ഡേസ് പോകാൻ തുടങ്ങിയായിരുന്നു ഹീറോയി. അങ്ങനെ അച്ഛനമ്മ സമാധാനമായിരുന്നു. ഹീറോയി കൊറിയൊക്കെ പോയായിരുന്നു. അങ്ങനെയായിട്ട് അവനെ ഒരുപാട് കഷ്ടപ്പെടാൻ പറയുന്നു. അയ്യോ ഇവിടെ വെച്ചിട്ട് കഷ്ടപ്പെടാം എല്ലാത്ത കാരണം അവള എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് പോയൊക്കെ പറയുന്നു. ഹീറോയ്ക്ക് തുമ്പടി പോയിരുന്ന എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ടിക്കും മാരേജ് 2 ഫ്രണ്ട്സിനും വേണ്ടി മാരേജായി. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഡേയ്സ് പറഞ്ഞായിരുന്നു. ബേബീസ് അല്ല വളരെ വലുതായിരുന്നു. മമ്മി എന്താടാ എന്ന പ്രശ്നമെന്ന് പറയായിരുന്നു. മമ്മി അത് എന്ന് പറഞ്ഞ് 3 വയസ്സ് വന്നായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. അങ്ങനെ വലിയ കുട്ടി വരുന്ന നാട് കഴിച്ച് നോക്കാമായിരുന്നു. എന്താടാ നോക്കുന്നത്. ഇല്ല മമ്മി ഇവർക്ക് പറഞ്ഞ ഒന്നും മനസ്സിലാകുന്നില്ല. ബേബി പോയൊക്കെ പറയായിരുന്നു. അതിപ്പോൾ ബേബിസ്ക്കുള്ള 6 വയസ്സായി. എന്നെ ഹീറോയിനായ 6 വയസ്സായി. എന്താടാ നടക്കുന്നത് എന്നെ ബേബി നോക്കിയോ ഹീറോയിനെ ഫസ്റ്റ് ബേബി വർട്ടായിരുന്നു. അങ്ങനെ ചേട്ടാന്ന് ഹാക്ക് ചെയ്യുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. സോറി ചേട്ടാ ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞു. ടെററിസായിരുന്നു. പഠിക്കണമെന്ന് പറഞ്ഞ് നല്ല കോൾഡായിരുന്നു ബേബി. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതെല്ലാം ഷുഗറിനോട് കെട്ടി വെച്ച് ഹാക്ക് ചെയ്ത് പറയണം. താങ്ക് യു സുഗ എന്ന് പറഞ്ഞു.